കടുവയെ കൂട്ടിലാക്കിയ സന്തോഷത്തിലാണ് ദേവർഗദ്ധയിലെ നാട്ടുകാർ. 10 ദിവസം അവരെ ഭരിച്ച ഭീതിയാണ് ഒഴിഞ്ഞുപോയിരിക്കുന്നത്. നാട്ടുകാർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി പി വി ജോഷില ചേരുന്നു. പുൽപ്പള്ളിയിലെ കടുവാഭീതി 10 ദിവസത്തിനകം ഒഴിഞ്ഞിരിക്കുകയാണ്. ദേവർഗദ്ധയിലെ ആളുകൾ നമ്മളുടെ കൂടെയുണ്ട്. അവർ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. അവരുടെ ആശ്വാസവും സന്തോഷവും നമുക്ക് പങ്കുവെക്കാം. എന്തുണ്ട് ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? എന്താ മാനസികാവസ്ഥ? കഴിഞ്ഞ 10 ദിവസങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങളാകെ വലിയ ഭീതിയിലായിരുന്നു. പല തവണ പറഞ്ഞതുപോലെ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളാകെ തടസ്സപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. കാപ്പി വിളവെടുപ്പ് എടുക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ കുരുമുളക് വിളവെടുക്കുന്ന കാലമാണ്. ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വളരെ ഭീതിയോടെയായിരുന്നു ആളുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വനം വകുപ്പിനെ സംബന്ധിച്ച് നടത്തിയ അത്ര മാതൃകാപരമായ ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ്. അവർ ഉറക്കമൊഴിച്ച് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതെ തോട്ടങ്ങളിലും അതുപോലെ തന്നെ കടത്തിണ്ണകളിലും വീടിൻ്റെ തിണ്ണയിലൊക്കെ ഇരുന്നാണ് അവർ നേരം വെളുപ്പിച്ചിരുന്നത്. അതുപോലെ രാത്രിയിൽ എവിടെ കടുവയുടെ അനക്കുണ്ടെങ്കിലും അവിടേക്ക് ഓടിയെത്തി അതിനെ പരതുന്ന നിലയുണ്ടായിരുന്നു. ഡ്രോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കുങ്കിയാനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരുടെ കായികം ആയിട്ടുള്ള ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇതിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ കൂട്ടിലാകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇനി നാളെ മുതൽ അല്ലെങ്കിൽ ഈ സമയം മുതൽ എല്ലാവരും സാധാരണഗതിയിലേക്ക്, കർഷകരും അതുപോലെ തന്നെ ഈ തൊഴിലാളികളെല്ലാം, കുട്ടികളൊക്കെ സാധാരണഗതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റുന്നൊരു നിലയുണ്ടായിട്ടുണ്ട്. അതിന് ജനങ്ങളെന്ന രൂപത്തിൽ ഈ നാട്ടിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു. പറഞ്ഞത് ജനങ്ങളുടെ സഹകരണം അത് വലിയ കാര്യമായിരുന്നു എന്നുള്ളത്. അതെ, അവർക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഒരു ഘട്ടത്തിൽ പോലും അവരെ ഞങ്ങൾ ഉപദ്രവിക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ പോവാതെ അവർക്ക് നല്ല പിന്തുണ നൽകിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ എഫേർട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും പല ഘട്ടത്തിലും പല ആളുകളും ചില മുതലെടുപ്പുകളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഞങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമായി അത് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വനം വകുപ്പ്, പ്രത്യേകിച്ച് DFO, അതുപോലെ തന്നെ മെഡിക്കൽ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ അരുൺ സക്കറിയ, അജേഷ്, അതുപോലെ തന്നെ നമ്മുടെ RO ആയിട്ടുള്ള റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവ് സാറ്, പിന്നെ ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുള്ള നമ്മുടെ അബ്ദുൽ ഗഫൂർ സാർ ഉൾപ്പെടുന്ന ഒരു സംഘം, അവരെ RRT സംഘത്തെ ഒക്കെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി, അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഈ ഘട്ടത്തിൽ. എന്താണ് പറയാനുള്ളത്? ഇതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 10 ദിവസക്കാലമായിട്ട് വളരെ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലായിരുന്നു ഇവിടെ സാധാരണ ജനങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഇവിടെ കാപ്പി പറിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു. കാരണം തൊഴിലാളികളെ വിളിച്ചാൽ വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അതിലുപരി നന്ദി പറയേണ്ടത് വനംവകുപ്പ്, അതുപോലെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കൂട്ടിൽ കയറി. കാരണം നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിലൊക്കെ ഒരു കാലതാമസം വരാതെ ജനങ്ങളുടെ അവരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് സഡൻ ആക്ഷൻ എടുത്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരു പേടി, ആശങ്ക ഒഴിവായി ജീവിക്കാൻ പറ്റുന്നതിൻ്റെ കാരണമായിട്ടുള്ളത്. ജനങ്ങളുടെ പിന്തുണ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ എഫേർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ അതിൻ്റെ ഒരു ഫലം കണ്ടു. ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് കടുവ ഇറങ്ങുന്നത്? ആദ്യമായിട്ടാണ്. ഇതുവരെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നല്ല ആശ്വാസമായി. ഇത്രയും ദിവസങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും ദിവസങ്ങൾക്ക് ജനങ്ങൾ വിധി നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മാറേണ്ട ഒരവസ്ഥ കിട്ടി. പിന്നെ എന്തൊക്കെ തന്നെ ആയാലും ജനങ്ങളുടെ സഹകരണവും, അത് നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ജനങ്ങളുടെ സഹകരണം. മുഖ്യധാരാ വിഷയം അതിനകത്ത് അതെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കാൻ ഞങ്ങൾക്കൊക്കെ സഹകരിക്കാൻ പറ്റി. അതുപോലെ നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തു തന്ന എല്ലാവിധ അവരുടെ എല്ലാ റിസ്കുകളും എല്ലാം കൊണ്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. എല്ലാം നല്ല രീതിയിൽ കലാശിച്ചു. എന്നാലും വളരെ ആശ്വാസത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുടങ്ങിക്കിടന്ന കുറേ കാര്യങ്ങളുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഈ സമയത്താണ് വിളവെടുപ്പ് നടക്കുന്നത്. അതൊക്കെ തന്നെ ഇത്രയും കാലം കഴിഞ്ഞ 10 ദിവസമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഗൗനിക്കാതെ ഇവരെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും നിർദ്ദേശം പാലിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യമെന്ന് DFO അജിത് കെ രാമൻ നേരത്തെ പങ്കുവച്ചിരുന്നു. ആ ഒരു സന്തോഷവും സമാധാനവും അദ്ദേഹം DFO അടക്കം പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ജനങ്ങളെല്ലാം പറയുന്നത് അവരെല്ലാം ആശ്വാസത്തിലാണ്.
സമാധാനത്തിലാണ്. ഇനി അവർക്ക് അവരുടേതായ സാധാരണ ജീവിത രീതിയിലേക്ക് തിരിയാം എന്നുള്ളതാണ്. ദേവർഗദ്ദയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.